ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു വിഷയമാണ്, യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് സത്യമാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, തീർച്ചയായും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു നോക്കൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് വളരെ വ്യക്തമായി ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പയ്യൻ എന്നോട് പറഞ്ഞു, മാഷേ, ബർണ്ണബാസിന്റെ സുവിശേഷം എന്നൊരു സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്നും പകരം യേശുക്രിസ്തുവിന്റെ കുരിശുമരണ സമയത്ത് യേശുക്രിസ്തു അപ്രത്യക്ഷമായി യൂദാസിനെ യേശുക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുരിശിൽ ഏറ്റി യഹൂദന്മാർ കൊന്നു എന്നുമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പയ്യൻ പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ അവനോട് പറഞ്ഞു, ബർണ്ണബാസിന്റെ സുവിശേഷം എന്നൊരു സുവിശേഷം ഏകദേശം 15-ാം നൂറ്റാണ്ട് വരെ ചരിത്രത്തിലില്ല. ബർണ്ണബാസിന്റെ സുവിശേഷമില്ല, ബർണ്ണബാസിന്റെ ലേഖനമുണ്ട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അംഗീകരിക്കാത്ത ചില മതക്കാർ ബർണ്ണബാസിന്റെ പേരിൽ സുവിശേഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബർണ്ണബാസിന്റെ സുവിശേഷ രചന നടത്തുകയും അതിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബർണ്ണബാസ് എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പ്രതിപാദ്യവുമുണ്ട്. രണ്ടാമത്, ബർണ്ണബാസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന, അതിന് പകരം യേശുക്രിസ്തുവിന് പകരം യൂദാസ് മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ആ സുവിശേഷം ചരിത്രത്തിൽ ഉള്ള വസ്തുതയല്ല എന്നതിൻ്റെ തെളിവ് അത് എഴുതിയിരിക്കുന്നത് സ്പാനിഷ്, ഇറ്റാലിയൻ 2 ഭാഷകളിലാണ്, ഗ്രീക്ക് ഭാഷയിലല്ല എന്നുള്ളതാണ്. ഗ്രീക്ക് ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളാണ് 1-ാം നൂറ്റാണ്ടിലുള്ളത്. കാരണം അന്നത്തെ യഹൂദന്മാർ ഉപയോഗിക്കുന്ന ഭാഷയായാലും പ്രധാനപ്പെട്ട ഭാഷയിലുള്ളത് ഗ്രീക്ക് ഭാഷയാണ്. പുതിയ നിയമത്തിൽ എല്ലാ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ അല്ലാത്തൊരു പുസ്തകമാണ് ഈ ബർണ്ണബാസിന്റെ സുവിശേഷം. മാത്രമല്ല 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഇറ്റാലിയനിലും അതുപോലെ സ്പാനിഷിലുമുള്ള ചില ഫ്രേസുകൾ, ഭാഷാ വ്യത്യാസങ്ങൾ, 1 നൂറ്റാണ്ട് മുമ്പുള്ള മലയാളമല്ലല്ലോ ഇന്നുള്ള മലയാളം. അപ്പം അതുപോലെയുള്ള ആ ഭാഷയുടേതായ ഫ്രേസുകൾ ആ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ആ സുവിശേഷം സത്യത്തിൽ ഉള്ളതല്ല, അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സുവിശേഷത്തിൻ്റെ, ബർണ്ണബാസിന്റെ സുവിശേഷത്തെ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സുവിശേഷത്തിന് ബർണ്ണബാസിന്റെ സുവിശേഷം എന്ന് പേരിട്ടു എന്ന് മനസ്സിലാക്കണം. പൗലോസിനോട് വിരോധമുള്ള സമൂഹമാണ് ബർണ്ണബാസിന്റെ സുവിശേഷം എന്ന രീതിയിൽ ഈ ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ്ലീഹായെ സഭയിലേക്ക്, അപ്പസ്തോലന്മാരിടയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തി ബർണ്ണബാസ് എന്ന യേശുക്രിസ്തുവിൻ്റെ 72 ശിഷ്യന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മാത്രമല്ല പിന്നീട് പൗലോസും ബർണ്ണബാസും മാർക്കോസും സീലാസും കൂടി സുവിശേഷ പ്രഘോഷണത്തിന് പോവുകയും മാർക്കോസ് വഴിമധ്യേ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ വിട്ടുപോകുകയും ചെയ്തതിനു ശേഷം മാർക്കോസ് വീണ്ടും അവരുടെ കൂട്ടത്തിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചപ്പോൾ പൗലോസും ബർണ്ണബാസും തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് ബർണ്ണബാസും മാർക്കോസും കൂടി സുവിശേഷ പ്രഘോഷണത്തിനായി പൗലോസും സീലാസും കൂടി വേറൊരു ടീമായും സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതായി ബൈബിളിൽ കാണാൻ സാധിക്കും. അതിലൂടെ പൗലോസിന് അപ്പസ്തോലന്മാർക്ക് പരിചയപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിലും പൗലോസുമായി തെറ്റിപ്പിരിഞ്ഞ വ്യക്തി എന്ന നിലയിലും ബർണ്ണബാസ് പൗലോസ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട വ്യക്തിയായി മാറുകയായിരുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഈ ഒരു വചനത്തിന്റെ വ്യാഖ്യാനത്തെ ഇക്കൂട്ടാണ് ഒന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും കാണാൻ സാധിച്ചു. ഇവിടെ പൗലോസ് ഗലാത്യ
സഭയോട് പറയുകയാണ്, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അതായത് ഗലാത്യക്കാർക്ക് അറിയാം, അവരുടെ തലമുറയിൽ തന്നെയാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഈ വസ്തുത അറിയാമായിരിക്കെ ഗലാത്യക്കാരെ ആരാണ് ആഭിചാരം ചെയ്തത് എന്നാണ് പൗലോസ്ലീഹ ചോദിച്ചത്. ഇതിന് ഇക്കൂട്ടർ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്: ഗലാത്യക്കാരുടെ മുമ്പിൽ യേശുക്രിസ്തു, അല്ലെങ്കിൽ ആ തലമുറയിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടെങ്കിലും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു യേശുക്രിസ്തു അല്ല ക്രൂശിക്കപ്പെട്ടത് എന്നും. പൗലോസ് ഇവിടെ ഗലാത്യക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആരാണ് ആഭിചാരം ചെയ്തത്, യേശുക്രിസ്തു തന്നെയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇക്കൂട്ടർ ഈ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നതിന് വസ്തുത ഇപ്രകാരമാണ്: യേശുക്രിസ്തു കുരിശിൽ തൂക്കപ്പെട്ടു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്, അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ അക്കാലത്തുള്ള ഡോസറ്റിസം എന്ന ഹെരസി, അതായത് യേശുക്രിസ്തു കുരിശിൽ തൂക്കപ്പെട്ടു എന്നുള്ളത് ഒരു മായക്കാഴ്ച മാത്രമാണ്, യേശുക്രിസ്തു ദൈവമായതിനാൽ അവിടുന്ന് കുരിശിൽ തറച്ചു കൊന്നാലും പീഡനം അനുഭവിക്കുകയില്ല, വേദന അനുഭവിക്കുകയില്ല, വെറുതെ അഭിനയിക്കുകയാണ് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരിക്കുന്നതായി അഭിനയിച്ചു കാണിക്കുകയാണ്. കാരണം അവൻ ദൈവമായതുകൊണ്ട് അവനെ കൊല്ലുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു മായക്കാഴ്ചയായി യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കുന്നു എന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിന് വേദന അനുഭവിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചാലും ആണി അടിച്ചാലും പീഡനം അനുഭവിച്ചാലും യേശുക്രിസ്തുവിന് വേദനിക്കുകയില്ല എന്ന രീതിയിലുള്ള ഡോസറ്റിസം എന്ന ഹെരസിയെ പുറന്തള്ളുന്നതിന് വേണ്ടി പൗലോസ്ലീഹ പറഞ്ഞ ഈ ഒരു വചനത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശുക്രിസ്തു കുരിശിലേ മരിച്ചിട്ടില്ല എന്ന രീതിയിൽ ബർണബാസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ട് ഇന്നുള്ള തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ, നമ്മുടെ മക്കളുടെ ശ്രമിക്കുന്നെന്നുള്ള വസ്തുത ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.